നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക്. ഇന്ന് പാവക്ക പച്ചടി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു പാവക്ക എടുത്ത് ഇതുപോലെ നൈസായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് വെള്ളം വെക്കാം. ഒരു 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളക്കുമ്പോൾ പാവക്ക ഇട്ട് കൊടുക്കാം. പച്ചടി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തിളപ്പിച്ച് എടുക്കണം. എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താൽ അത് അത്ര ടേസ്റ്റ് വരില്ല. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാം. ഇനി കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. 3/4 ടേബിൾ സ്പൂൺ കല്ലുപ്പിട്ടാൽ ഉപ്പ് പിടിച്ചോളും കഷ്ണത്തിന്. അടച്ച് വെച്ച് ഇനി തേങ്ങ ചിരവിയത് ഒരു ബൗൾ വരെ ഉണ്ടാവും. ജാറിലിട്ട് കൊടുക്കുക. 4 പച്ചമുളക് ഒടിച്ചിട്ട് കൊടുക്കുക. പൊടിച്ചിടാതെ അങ്ങനെ തന്നെ ഇട്ടാൽ ചിലപ്പോൾ അരയാതെ ഇരിക്കും. 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കാം അരക്കാൻ വേണ്ടി. വെള്ളം ഒഴിച്ചിട്ടില്ല. ഇതുപോലെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കഷ്ണം വെന്തോ നോക്കാം. കയ്പൊക്കെ വെന്തിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി അരിച്ചെടുക്കുക. വെള്ളം ഊറ്റിയെടുക്കുക. വെള്ളം ഊറ്റി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് നല്ലപോലെ തണുക്കണം. എന്നാലേ പച്ചടി ഉണ്ടാക്കാൻ പറ്റും. പച്ചടീൻ്റെ ടേസ്റ്റ് വരണമെങ്കിൽ തണുപ്പിച്ചിട്ട് തൈരിലിടണം. തണുത്ത് കഴിഞ്ഞ് ഇനി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അരച്ച് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ പച്ചടിക്ക്. 2-3 ദിവസം വരെ കേടുകൂടാതെയും അധികം പുളി കൂടാതെ ഇരുന്നോളൂ. ഇനി തൈര് ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് 3 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട്. ഞാൻ കരിവേപ്പില ഇട്ടത് മിസ്സായിപ്പോയി. ഞാൻ തന്നെ വീഡിയോ എഡിറ്റെല്ലാം ആക്കുന്നതുകൊണ്ട് എഡിറ്റിന് പ്രോബ്ലം ഇല്ല. ചിലപ്പോൾ ഇങ്ങനെ കട്ടായി പോകുന്നുണ്ട്. അതുകൊണ്ട് ക്ഷമിക്കണേ. കരിവേപ്പില ഞെരടിയിട്ടാണ് ഞാൻ ഇട്ടത്. നല്ല മണം വരും. ഇത് കടുക് പൊടി ഇടുന്നത് കാണിക്കാൻ പറ്റിയിട്ടില്ല. കടുക് ഒന്ന് പൊടിച്ചിട്ടതാണ്. കണ്ടല്ലേ, കടുക് പൊടി ഇടണം. എന്നാലേ പച്ചടിക്ക് നല്ല മണം വരും. നല്ല പച്ചയായിട്ടുള്ള മണം വേണമെങ്കിൽ ഇതുപോലെയെല്ലാം ചെയ്യണം. കരിവേപ്പിലയും ഇങ്ങനെ ഇട്ട് കൊടുക്കണം. കടുകും പൊടിച്ചിട്ട് കൊടുക്കണം. കരിവേപ്പില കടുക് വറുത്തിട്ടാൽ ടേസ്റ്റ് കുറച്ച് വ്യത്യാസമായി പോകും. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കടുക് വറുക്കാൻ ചട്ടി വെച്ച് കൊടുത്ത്. ഇത് വെളിച്ചെണ്ണയാണ്. തണുപ്പ് കാരണം ഇവിടെ പൂനയിൽ നല്ല തണുപ്പാണ്. തണുപ്പ് കാരണമാണ് ഇങ്ങനെ കട്ടിയായിരിക്കുന്നത്. എണ്ണ ചൂടായി. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. 2-3 കഷ്ണം വറ്റൽമുളക് ഇട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് പച്ചടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ല മണവും ടേസ്റ്റുമാണ്. കണ്ടില്ലേ എന്ത് നല്ലുണ്ട് കാണാൻ. നല്ല സൂപ്പർ പച്ചടിയാണ്. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി. നിങ്ങൾക്കെല്ലാവർക്കും ഈ പച്ചടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണേ.